യേശുവിനെ ഉയർത്തുവാൻ സന്തോഷത്തോടെ അധികാരത്തോടെ ഹല്ലേലൂയ നമുക്ക് ഉയർത്താം. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. സ്തുതിച്ചിടാം
കർത്താവായി വാഴിക്കുന്ന അനുഭവങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ നിരാശകളെല്ലാം മാറും, ഭയങ്ങളെല്ലാം മാറും, രോഗങ്ങളെല്ലാം മാറും. ഹല്ലേലൂയ. അവൻ രാജാതി രാജാവായി നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് പ്രവേശിക്കട്ടെ. വിശ്വസിക്കോട് പറയാമോ, എൻ്റെ ഹൃദയത്തിൽ രാജാവായിട്ട് വാഴുന്നു. ഹല്ലേലൂയ. അവൻ നമ്മുടെ മേൽ ആധിപത്യം ഏറ്റെടുക്കട്ടെ. സ്തോത്രം. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അന്യോന്യം അടുത്ത് നിൽക്കുന്ന സഹോദരൻ്റെ കരങ്ങളിലോ അല്ലെങ്കിൽ തോളിലോ ഒന്ന് കൈവച്ച സഹോദരിമാർ അങ്ങനെ തന്നെ ചെയ്താട്ട് ഭയങ്ങളെ മാറ്റുന്ന, നിരാശകളെ മാറ്റുന്ന, രോഗങ്ങളെ സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് രാവിലെ നാം അനുഭവിച്ചറിയുന്നെങ്കിൽ നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്ന മനുഷ്യ കരങ്ങളല്ല, അദൃശ്യമായ ഒരു കരം വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാമോ? അദൃശ്യമായ ഒരു കരം. ചൂടാരബലവശംധരാദിയ ഒരാൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ആ വ്യക്തി ജീവിതം നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആൾ നേരിടുന്ന വ്യാകുലങ്ങളോ പ്രശ്നമോ അറിഞ്ഞുകൂടാ എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. രാജാതി രാജാവായവൻ തന്റെ ജനത്തിനിടയിൽ ശക്തമായി ഉലാവുകുമ്പോൾ ഉടവരവശാന്തലാദിയ രാജാവുള്ളടുത്ത് രാജകോലാഹലമുണ്ട്. ഇരുട്ടിന്റെ യാതൊരു ശക്തികൾക്ക് നിൽക്കാൻ ദൈവസഭയാണ് അധികാരം. ദൈവത്തിന്റെ പവർ സ്റ്റേഷൻ ദൈവത്തിന്റെ സഭയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പവർ സ്റ്റേഷൻ വൈറ്റ് ഹൗസ് അല്ല, ലോകത്തിലെ യാതൊരു ഭരണകൂടമല്ല. ദൈവത്തിന്റെ ഭരണം എന്ന് പറയുന്നത് ദൈവസഭയിലൂടെയാണ് വെളിപ്പെടുന്നത്. അധികാരത്തോടെ വ്യാപരിക്കത്തക്ക നിലയിൽ ദൈവം തന്നെ ശക്തി വെളിപ്പെടുത്തട്ടെ. പിതാവിന്റെ ജനത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാടിയതുപോലെ രോഗങ്ങൾ മാറും, നിരാശകൾ മാറുന്ന, അതെ, മാറ്റുന്നൊരു ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. തള്ളി മാറ്റുന്നൊരു ദൈവശക്തി ആവരിക്കട്ടെ. കർത്താവേ, മാറുകയില്ലെന്ന് വാദിക്കുന്ന ഏത് ശക്തിയാണെങ്കിലും രാജാവ് എഴുന്നള്ളുമ്പോൾ, രാജകോലാഹലം ഉള്ളപ്പോൾ രാജാതി രാജാവിന്റെ സാന്നിധ്യം ഞങ്ങൾ മനസ്സിലാക്കി അവരുടെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓർത്ത് അടുത്ത ആഴ്ച മുഴുവനും ജയകരമായ ഒരു ജീവിതം നയിക്കണം. കർത്താവേ, ഡോക്ടർമാരുടെ റിപ്പോർട്ടുകൾ പ്രതികൂലമായി നിൽക്കുന്ന അനുകൂലമാക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളോട് തന്നെ മന്ത്രിക്കുന്ന അന്ധകാര ശക്തി ഉണ്ടെങ്കിൽ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു, ദൈവം എന്നെ സഹായിക്കും. അവന്റെ രാജാവാണ്, അവൻ കർത്താവാണ്. ഹല്ലേലൂയ. ജനത്തിന് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു, വിടുതലിനായി പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങളുടെ ഉദ്ധാരണത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദിവസങ്ങൾ ചില വിടുതലുകൾ ഞങ്ങൾ മധ്യേ നടക്കുന്ന ദിവസങ്ങളായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ദൈവം ഇരിക്കാമല്ലോ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നാം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവസാന്നിധ്യം വീണ്ടും അനുഭവിച്ചറിയുന്ന ചില നിമിഷങ്ങളുടെ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സമയം നമുക്കധികം വേഗമില്ലെങ്കിലും വേഗത്തിൽ നാം ദൈവവചന ശുശ്രൂഷയിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നു. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കും. ഒരിക്കൽ കൂടി എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് പാടിയ പാട്ടിലെല്ലാം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നു. അവൻ അധികാരമുള്ളവനെന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തന്നെയാണ് എനിക്കിന്ന് രാവിലെ നിങ്ങളോട് സംസാരിക്കാനുള്ള വചനം. ആമേൻ. ക്യാൻ വി ടേക്ക് ഫ്രം മാത്യു ചാപ്റ്റർ 12. കഴിഞ്ഞ ദിവസങ്ങളായി പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് അനുഗ്രഹവും സന്തോഷമായി മാറും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആരും വെളിയിൽ സമയം ചിലവാക്കാതെ ദയവായി ആലയത്തിനകത്ത് നിങ്ങളായിരിക്കേണ്ടത് ആവശ്യമാണ്. അത്യാവശ്യമായിട്ട് പുറത്തു പോകുന്നവർ വേഗം അകത്ത് പ്രവേശിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് വരാം. അതിൻ്റെ 9-ാം വാക്യം മുതൽ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഉച്ചത്തിൽ നിന്ന് വായിക്കാം. Verses 9 through 14. Yes. 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 മതി. അടുത്ത വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ അതിൻ്റെ 19-ാം വാക്യം, വേഴ്സ് നമ്പർ 19 ഓൾസോ. Yes. 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 Amen. വളരെ ആദരവോടെ ദൈവസന്നിധിയിൽ ദൈവവചനം മുമ്പാകെ നമ്മളായിരിക്കുമ്പോൾ
പരിശുദ്ധാത്മ നമ്മുടെ ഹൃദയമായി സംസാരിക്കും. Let us be in the presence of God with great humility and dignity. 21 വാക്യത്തിൽ നിങ്ങൾ വായിച്ചത് ഇങ്ങനെയാണ്: യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത വചനം നിവൃത്തിയാകുവാൻ സംഗതി വന്നു. സ്തോത്രം. This we read in scripture, this was to fulfill what was spoken through the prophet Isaiah. ഈ വചനം ഞാൻ വായിക്കുമ്പോൾ, ഞാൻ ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹവും ദൈവസഭയുള്ള ആഗ്രഹവും ഇതായിരുന്നു: കർത്താവേ, ഞങ്ങൾ അരുളി ചെയ്ത അനേക വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിൻ്റെ കാലമായി മാറണം. പ്രൈസ് ദി ലോർഡ്. As I was reading the scripture and meditating on these words, there was a prayer that went out from my heart. Yes. And the prayer was, Lord, fulfill the promises that you have mentioned about your people. ഇന്നലെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി ടി ജയിക്കുമ്പോൾ നമ്മോട് സംസാരിച്ചപ്പോൾ വചനം ഇങ്ങനെ നമ്മോട് സംസാരിച്ചു: അവൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് അവനാൽ മഹത്വം വരേണ്ടതിന് ആമേൻ എന്ന് തന്നെയാണ്. സ്തോത്രം. Yesterday, Pastor P.D. Jacob spoke from God's word, and he reminded us that in order to bring glory to God's name, he fulfills his words to us. വാഗ്ദത്തങ്ങളുടെ നിവൃത്തീകരണം നമ്മൾ സംഭവിക്കണമെങ്കിൽ അതിൽ ചില വ്യവസ്ഥ കൂടി ഉണ്ടെന്ന് താൻ ഓർപ്പിക്കാനിടയായി. And he reminded that in order for God to fulfill his promise, there are certain stipulations. ആമേൻ. എന്നാൽ ഇന്ന് രാവിലെ ആ വചനത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം, ഓരോ കുടുംബങ്ങളോടും നമ്മുടെ ഇതിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളാകട്ടെ മുതിർന്നവരാകട്ടെ നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അനവധിയാണ്. സ്തോത്രം. Let me remind you, not only for our children, but for everyone, there are many promises of God. എല്ലാം കൂടെ ഒരു ദിവസം കൊണ്ടല്ല നടക്കുന്നത്. ഓരോ സമയങ്ങളിലായി നമുക്ക് വേണ്ടി നൽകപ്പെടുന്ന വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. And not every promise will be fulfilled one day, but it will take its time and progressively be accomplished by the Lord. ദേവദാസൻ പാസ്റ്റർ ജേക്കബ് ഇരിക്കുമ്പോൾ മുഖസ്തുതിയായി ഞാൻ പറയുന്നൊരു കാര്യമില്ല, തൻ്റെ ജീവിതം ഒരു സാക്ഷ്യമാണ്. സ്തോത്രം. And Pastor Jacob is before us, and I'm not intending to praise him, but let me remind you that his life itself is a testimony before ബൈബിൾ us. സ്കൂളിൽ പഠിക്കുമ്പോൾ താൻ ഒത്തിരി ഭാരങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നുപോയ അനുഭവങ്ങളുണ്ട്. എന്നാൽ ഈ രാജ്യത്ത് വരാനുള്ള ഒരു അവസരവും ഉണ്ടാകുമോയെന്ന് അദ്ദേഹം ചിന്തിച്ചില്ല, ഞാനും ചിന്തിച്ചില്ല. എന്നാൽ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ച ഒരു ഭക്തന് വേണ്ടി തൻ്റെ 2 മക്കളെയും ഈ രാജ്യത്ത് കൊണ്ടുവന്ന് മാനിച്ച വഴി ഓർക്കുമ്പം അത് സാക്ഷ്യമാണ്, ജീവിക്കുന്ന ഒരു സാക്ഷ്യമാണ്. സ്തോത്രം. And when we look into Pastor Jacob's life, there have been hard times and difficult times in the past, and where there would be no hope of coming to a nation like this, but Amen. God has honored his servant, and not only him, but he also Amen. has brought both his sons to this country. Yes. And has blessed them immensely. Thank God for God's faithfulness. ഞങ്ങൾ തിരികെ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പം ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ വൈഫും കൂടെ സംസാരിച്ച്, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കത്തില്ല. And as we were driving back yesterday, I talked to my wife and we were discussing Yes. how no good thing would be missing in the ones who are upright in the presence of the Lord. എത്ര പേരുണ്ട് നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മ? അതൊന്ന് ഏറ്റെടുത്ത് പറയാം, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കില്ല. Whoever walks uprightly in the presence of Lord will not lack anything good. Amen. ദീർഘമായി ശുശ്രൂഷിക്കേണ്ട വചനമാണെങ്കിലും 9-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ അവിടം വിട്ടു എന്ന് വായിക്കുന്നുണ്ട്. സ്തോത്രം. And in verse 9 we read that he left that place. Amen. താഴോട്ട് വായിക്കുമ്പോഴും പിന്നെയും വായിക്കുന്നുണ്ട്, അവൻ അവിടം വിട്ടു എന്ന് വായിക്കുന്നുണ്ട്. And we read further and that phrase is repeated, he went from that place. അതും എൻ്റെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. And that is also a prayer that I've been praying. ദൈവത്തോട് മത്സരിക്കുകയും ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം നാം കൊടുക്കാതിരുന്നാൽ അത് ഭവനമായാലും വ്യക്തിയാണെങ്കിലും സഭയാണെങ്കിലും അവൻ വിട്ടുപോകും. സ്തോത്രം. And this is a warning that we need to take into our life, that if we Yes. rebel against God and if we Yes. don't give honor to God that is due to him, he Amen. will leave us. അത് ഗൗരവമായ വിഷയമാണ്. സ്തോത്രം. And it is an important thing to remember. അവൻ അവിടം വിട്ടുപോയി. സ്തോത്രം. And he went on from that place. ദൈവമക്കളെ, ദൈവസഭ ശക്തമായി പ്രാർത്ഥിക്കണം, ദൈവ സാന്നിധ്യം വിട്ടുപോകാതെ നമ്മുടെ ഇടയിൽ നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം. Praise the People Lord. of God, let us pray that God's presence will not depart from us but will remain among
among us. ദൈവാരാധന ഒരു പ്രോഗ്രാം അല്ല. ഹല്ലേലൂയ. Worshipping God is not a program. നമ്മുടെ ചിട്ടയ്ക്ക് നിർത്തുന്നതല്ല ആരാധന. ദൈവസാന്നിധ്യത്തിനായി ജനം ഏൽപ്പിച്ചു കൊടുക്കണം. Praise the It is Lord. not something that we control according to our whims and fancies, but we leave to Yes. the Spirit of God. Amen. ഇന്ന് രാവിലെ കർത്താവേ നീ എന്നെ വിട്ടുപോകരുതേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാനിടയായി തീരും. Amen. How many of us can pray, God, please don't depart from Amen. us? Don't depart from me. Amen. Amen. അബ്രഹാം അതല്ലേ ദൈവത്തോട് നിലവിളിച്ചത്. സ്തോത്രം. യജമാനനെ എന്നോട് കൃപയുണ്ടെങ്കിൽ എന്നെ വിട്ടുപോകരുതേ. Amen. And Abraham cried in a similar manner, saying, Master, Yes, if you have amen. mercy, Amen. please do not depart from me. Amen. വാഗ്ദത്തം ലഭിച്ചവനാണ് അബ്രഹാം. Praise the Lord. Abraham is a man who received many promises from Amen. God. Amen. മൂന്ന് പേര് തന്റെ കൂടാരത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ And where 3 men are standing before his tent, ദൈവത്തിന്റെ ദൂതന്മാരെ തന്നെ അറിഞ്ഞിരുന്നില്ല. Praise the he did Lord. not know that they were from God. അവൻ അറിയാതെ വണ്ണമാണ് ദൈവദൂതന്മാരെ ശുശ്രൂഷിച്ചത്. And without knowing, he showed എന്നാൽ hospitality അവൻ to the പറഞ്ഞ angels of കാര്യമുണ്ട്. God. യജമാനനെ നീ ഞങ്ങളെ വിട്ടുമാറരുതേ വിട്ടുപോകരുതേ. ഹല്ലേലൂയ. And he told them, Master, do not leave us. കാരണം എനിക്ക് ചില വാഗ്ദത്തങ്ങൾ പ്രാപിക്കാനായിട്ടുണ്ട്. Because there ഹല്ലേലൂയ. are certain promises that need to be എന്നോട് fulfilled. പറഞ്ഞ ചില കാര്യങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. സ്തോത്രം. There are certain things that you have mentioned about my അത് life. പ്രാപിക്കണമെങ്കിൽ നാം നിലവിളിക്കണം. യജമാനനെ എന്റെ ദൈവമേ എന്റെ വീട് വിട്ട് പോകരുത്, എന്റെ ഭവ വിട്ട് പോകരുത്, എന്റെ വ്യക്തിവിധത്തിൽ നീ മാറിപ്പോകരുത്. And in order to receive it, we need to cry out before God and show a complete surrender before God. Amen. ദേവാലയത്തിൽ വന്നു. ഇവിടെ യേശുവിനെ കുറ്റം ചുമത്തുവാൻ ഒരു കൂട്ടം ആൾക്കാർ നിൽക്കുകയാണ്. ഈ ശബത്തിൽ സൗഖ്യമാക്കുന്ന വിഹിതമോ എന്ന് ചോദിക്കുന്ന ഒരു പരീശന്മാരുടെ ഭക്തി ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. And Jesus comes to the synagogue, and there's a bunch of people standing there to accuse Jesus and bring charges against Jesus. ഇന്ന് രാവിലെ ഈ സന്ദേശം എനിക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മുടെ കർത്താവ് സകല ജാതികളുടെയും സകല ജനത്തിന്റെയും പ്രത്യാശയാണ്. And there is a message that I want to convey, which is our Lord is the hope of all people and of all nations. മാത്രമല്ല അവൻ നമ്മുടെ ഉദ്ധാരകനായ ദൈവം കൂടിയാണ്. And he is our Redeemer. നമ്മുടെ ദൈവം ആരാണ്? സ്തോത്രം. Who is our God? അവൻ ദേവാലയത്തെക്കാൾ വലിയവനാണ്. He is greater than the temple. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നു എന്നോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം. Can we praise together this അവൻ morning? ആരാണ്? Who is this God? അവൻ മോശയേക്കാൾ വലിയവനാണ്. He is greater than Moses. അവൻ ദൂതന്മാരെക്കാൾ വലിയവനാണ്. He is greater than the അവൻ angels. ശലോമോനേക്കാൾ വലിയവനാണ്. He is greater than Solomon. ഇന്ന് രാവിലെ വിശ്വസിച്ച് പറയാമോ അവൻ ശബ്ബത്തിനേക്കാൾ വലിയവനാണ്. He is greater than the Sabbath. അവൻ മാനുഷിക നിയമങ്ങളെക്കാൾ വലിയവനാണ്. അവൻ He is greater than any human അവൻ rules. അറിയിച്ചാൽ അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. If he says something, he will bring it to അവൻ pass. കൽപ്പിച്ചാൽ അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. If he commands, he will do it. അവൻ ജാതികളുടെ പ്രത്യാശയാണ്. അവൻ നമുക്ക് സ്തോത്രം ചെയ്യാൻ He is the കഴിയുമോ? hope of ഹല്ലേലൂയ. all nations. Amen. Amen. Praise the Lord. മനോഹരമായ ദേവാലയത്തിൻ്റെ ചുറ്റുപാടുകൾ ആരാധനയുടെ ക്രമങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവിടെ സാധുവായ ഒരു മനുഷ്യൻ കൈവരേണ്ടവനായ ഒരു മനുഷ്യനെ ഇവിടെ കാണുന്നു. And they come to Sabbath and they are doing things in an orderly way, and there they bring a shriveled man, with a shriveled hand into the presence of Jesus. അവിടെ എന്നെ ഒത്തിരി നേരം ആ വാക്യം എന്നെ അവിടെ പിടിച്ചു നിർത്തി. സ്തോത്രം. And the words kind of held me there for some time. മനോഹരമായ വസ്ത്രധാരണയുള്ള പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ഒരുപാട് പേര്, ന്യായാധിപന്മാര്, ശാസ്ത്രിമാരും എന്ന് വേണ്ട എല്ലാവരും ഉണ്ടെങ്കിലും അവൻ യേശു തൊട്ട് കണ്ടത് ഒരു സാധുവായ മനുഷ്യൻ കൈവരണ മനുഷ്യനെയാ. ആമേൻ. And here is a group of people that have come with the finest clothing, with the finest dress, everything that seems to be very appropriate for the occasion. Yes. But the eyes of our Master, the Lord Jesus, Amen. goes and sees a man with a shriveled hand. രാവിലെ ഞാൻ ഒരു കാര്യം പറയാം. സ്തോത്രം. ആരെയും ആമേൻ കണ്ടില്ലെങ്കിൽ ആവശ്യക്കാരനെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹലോ. അവിടെ Let me remind you, people might not see us, but let me tell you, there's a Lord who will see us. നമ്മുടെ കർത്താവിന്റെ ആ സ്നേഹത്തെ ഇന്ന് രാവിലെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. And I praise the Lord for the love of God upon us. നമ്മുടെ ആരും നിനക്ക് ഷെയ്ക്കാൻ തന്നില്ലെങ്കിലും നിനക്ക് വേണ്ടി ഷെയ്ക്കാൻ തരാൻ മനസ്സുള്ളവനുണ്ട്. ഹല്ലേലൂയ. There might be people who might not be willing to shake your hand, but there's a God who will come and shake your hand. ലൂക്കോസിന് സുവിശേഷം 6-ാം അധ്യായത്തിൽ വായിക്കുമ്പം വൈദ്യനായ ലൂക്കോസിനെ കുറിച്ച് അല്പം കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവന്റെ വലത്തെ കൈയാണ് വരണ്ടു പോയത് എന്നാ വായിക്കുന്നത്. And when we read Luke 6, the same story is mentioned over there. Yes. And Luke mentions that it was his right hand that was shriveled. Amen. നിങ്ങൾ സമയം കിട്ടുന്ന ധ്യാനിക്കണം, വചനം ധ്യാനിക്കണം. സ്തോത്രം. And when you get the opportunity, please meditate on these passages. അവനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്തോത്രം. Imagine if your right hand is shriveled, what can you do with that?
Amen. നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങളൊക്കെ ഒരു കൈ വരണ്ട എത്രമാത്രം നീട്ടാൻ പറ്റും, കൈ എത്ര നീട്ടാൻ പറ്റും? നീട്ടാൻ പറ്റത്തില്ല. സ്തോത്രം. If your hand is shriveled, you might not be able to stretch it out. ആ മനുഷ്യനോട് ചോദിച്ചേ, അദ്ദേഹത്തിനൊരു നിരാശയുടെ ചില വാക്കും, എനിക്ക് പലരും ചെയ്യുന്ന പോലെ എനിക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല. സ്തോത്രം. And if you ask that man, there would be lots of words of discouragement coming from him. I'm not able to do things as others do. എൻ്റെ അടുത്തിൽ നിൽക്കുന്നവർക്കൊക്കെ നല്ല ആരോഗ്യമുള്ള കൈയും അവർ ആഗ്രഹിക്കുന്ന കാര്യമൊക്കെ സാധിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. സ്തോത്രം. There are people standing around me who are completely able doing Yes. things that they want, but I'm not able to do the things I want for myself. പലതും എനിക്ക് എത്തിപ്പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എത്തിപ്പിടിക്കാൻ കഴിയാതിരിക്കുകയാ. I want to stretch out and grab certain things, hold on to certain things, Yes. but I'm not able to. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് സംബന്ധിച്ച് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങളെ എത്തിപ്പിടിക്കത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവ സർവ്വശക്തിയുള്ള ദൈവമാണ്. Let me tell you, if you are in a place where you're not able to stretch out and hold certain things, there is a God who will make you and enable you. Amen. This man is a man of disappointment. He was a man of great disappointment in life. ശരീര ക്ഷീണമുള്ളവനും ബലഹീനമായ ഒരു വ്യക്തിയാണ്. And he is a man who is helpless and weak. ഇന്നത്തെ സാമൂഹികപരമായ നിലയിൽ പറഞ്ഞ ഇവനെ ആരും ഗമനിക്കാറില്ല. ആമേൻ. ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ മാത്രമേ ആൾക്കാർ ബഹുമാനിക്കാറുള്ളൂ. And in social terms, is a man who was not sought after by many, Amen. and in fact, without any honor. പലപ്പോഴും അവൻ നിന്ദാപാത്രമായി തീർന്നിട്ടുണ്ട്. സ്തോത്രം. And he was an object of ridicule by many. അവന്റെ മനസ്സിന് ഒത്തിരി ഭാരമുള്ളവനായ മനുഷ്യനായിരുന്നു. And he was a man who with great sorrow in his heart. ഇന്ന് രാവിലെ എന്നെ സന്തോഷിപ്പിച്ച വാക്യമുണ്ട്, യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശയുടെ മേലും ഇരിക്കുന്നു. ഹല്ലേലൂയ. But the eyes of the Lord are upon his people, and those who Amen. seek him, Amen. God will comfort them. ആരുടെ മേൽ ഇരിക്കുന്നതാ വായിച്ചത്? ഒന്ന് പറഞ്ഞേ, ആരുടെ മേൽ ഇരിക്കുന്നത്? സ്തോത്രം. God's eyes are on whom? ചർച്ചിന് സെക്രട്ടറി ഉണ്ട്, സ്തോത്രം, ഖജാൻജി ഉണ്ട്, ബോർഡൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പറയാം, അവരെ അല്ല ദൈവം, അവരെ കാണുന്നില്ലെന്ന് ഞാൻ പറയുന്നത്. ആര് കർത്താവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു അവരെ കാണുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. The church has different officers, but the eyes of the Lord are upon Yes. those Amen. who trust in the Lord and wait on him. ഞാൻ പറയട്ടെ, കൺവെൻഷൻ സ്റ്റേജിൽ നിനക്ക് ഉന്നതമായ സ്ഥാനം ഒന്നും കിട്ടിയില്ലേലും പേടിക്കേണ്ട, യഹോവയുടെ ദൃഷ്ടി നിന്റെ മേലുണ്ട്. ഹല്ലേലൂയ. You might not receive the positions in this world, but let me Amen. tell you, the eyes of the Lord are upon അവൻ you. തന്റെ ദയക്കായി പ്രത്യാശയുടെ മേൽ ദൈവത്തിന്റെ കണ്ണുണ്ട്. ഹല്ലേലൂയ. If you wait on the mercy of the Lord, the eyes of the Lord are on you. അവൻ നിന്നെ ക്ഷാമത്തിൽ നിന്നെ രക്ഷിക്കുവാൻ, നിന്റെ പ്രാണനെ മണന്ന് രക്ഷിപ്പാൻ ദൈവത്തിന്റെ കണ്ണ് നിന്റെ മേൽ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. സ്തോത്രം. To rescue you from damnation and to rescue you from the pits of hell, the eyes of God are upon you. Amen. Amen. കർത്താവിന്റെ കണ്ണ് അവനെ കണ്ടു. And the eyes of the Lord saw him. നിങ്ങൾ വാക്യം ശ്രദ്ധിക്കും. പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കും. 13-ാം വാക്യത്തിൽ വായിക്കുന്നു, പിന്നെ ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. സ്തോത്രം. In verse 13, it says, Then he said to the man, Stretch out your hand. ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് ആ വാക്യം വായിച്ചപ്പം. I greatly rejoice after reading these നിങ്ങൾക്കറിയാമോ words. സ്തോത്രം, ഈ കൈ വരേണ്ടതായ ഒരു മനുഷ്യനെ വാസ്തവത്തിൽ നമ്മുടെ മുഴുവനായ മനുഷ്യനെയൊക്കെ കണ്ടത് ദേവാലയത്തിന്റെ പുറത്തായല്ലേ? And if you imagine a man with a shriveled hand or a crippled person, Yeah, man. you would always see him outside the temple. അല്ലേ? ഭിക്ഷ യാചിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഞങ്ങൾ അങ്ങനെയുള്ളവരെ കാണുന്നത്. And you would see that person often begging. പക്ഷേ ഈ മനുഷ്യനെ കാണുന്ന, he was in the right place on the right time. But we see him, this person, coming to the right place at the right ഇന്ന് time. രാവിലെ നിങ്ങൾ വിശ്വസിക്കണം, ഞാൻ വന്നിരിക്കുന്നത് റൈറ്റ് പ്ലേസിലാ. ഹല്ലേലൂയ. This morning, let us believe I have come to the right place. ആമേൻ. ദേവാലയത്തിന്റെ പുറത്തല്ല, യേശുവിന്റെ സാന്നിധ്യമുള്ളിടത്താണ് നീ ഇരിക്കുന്നെങ്കിൽ നിന്നെ തുടർന്ന് ഒരു അഭിഷേകമാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. I'm not outside of God's presence, but I am Amen. within the presence of Amen. God, and there's a God who can touch me and change me. അവന് വേണമെങ്കിൽ ദേവാലയത്തിന്റെ പുറത്ത് വന്ന് ഭിക്ഷ യാചിച്ചുകൊണ്ട് മറ്റുള്ളവരോട് കുശലം ചോദിച്ചുകൊണ്ടിരിക്കാമെന്ന്, പക്ഷേ ദേവാലയത്തിന്റെ അകത്താണെങ്കിൽ നീ മടങ്ങിപ്പോകുന്നത് സൗഖ്യത്തോടെ മടങ്ങിപ്പോകും. ഹല്ലേലൂയ. But if you have come to the presence of God, not waiting Amen. on the outside, but Yes. within the house of the Lord, Amen. you will receive the touch of the ഇന്ന് രാവിലെ Lord. വിശ്വാസത്താൽ പറയട്ടെ, നീ ദേവാലയത്തിന്റെ അകത്ത് ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ വന്നതുപോലെ മടങ്ങാൻ ദൈവനെ അനുവദിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. If you are someone who has experienced the presence of God within the house of the Lord, Yes. you will not go back the same way. ആമേൻ. Amen. 84-ാം സങ്കീർത്തനം വായിക്കുമ്പം നമുക്ക് വളരെ അനുഗ്രഹിക്കുന്ന വാക്കിന്, കുരികിൽ ഒരു വീടും
ബാക്കി പറഞ്ഞാട്ട് കാണാൻ അറിയാൻ മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്കും എവിടെയാ ഒരു കൂട് കണ്ടെത്തി? എവിടെയാ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ആമേൻ. Psalm 84 verse 3 reads, even the sparrow has found a home and the swallow a nest for herself, Yes, amen. where she may have her young, a place near your altar, Amen. Lord Almighty, my King and my God. ഒന്ന് പറഞ്ഞേ, എവിടെയാ സ്ഥലം കണ്ടുപിടിച്ചത്? Where is that place? ആമേൻ. കുരിയിൽ ഒരു വീട് കണ്ടെത്തിയത് എവിടെയാണ്? Where did sparrow find a home? ആമേൻ. മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂട് കണ്ടെത്തിയത് എവിടെയാണ്? Where did swallow find a nest for അവിടെ herself? എന്റെ രാജാവും എന്റെ ദൈവമായി സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളിലാണ് അവർ കൂട് കണ്ടെത്തിയത്. ദൈവത്തിന് സ്തോത്രം. It is a ഹല്ലേലൂയ. place near the altar of the Lord Almighty, our Amen. King and our ഇന്ന് God. രാവിലെ ആ വചനത്തോട് ബന്ധം ഒരു കാര്യം കൂടി ഞാൻ പറയാം. സ്തോത്രം. And let me remind you one more thing along with that ആമേൻ. passage. അത്ര കാണപ്പെടുന്ന ഭംഗിയോ ആമേൻ ഉയർച്ചയോ ഒന്നുമില്ലാതെ ഒരു കൊച്ചു ആമേൻ പക്ഷിയാണ് കുരിയിൽ എന്ന് പറയുന്നത്. സ്തോത്രം. And when we look at a sparrow, it might not be very physically attractive or too fascinating to look at. ആമേൻ. മീവൽ പക്ഷി തന്റെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു പക്ഷിയാണ് മീവൽ പക്ഷി എന്ന് പറയുന്നത്. സ്തോത്രം. But she desires the protection of her young ones. എന്നാൽ അവൾ പറയുന്നത് അവൾ കണ്ടെത്തിയ ഒരിടം ദൈവസന്നിധിയാണെങ്കിൽ, ഇന്ന് പൽക്കാലം പറയട്ടെ, നീ ഒരു കുരിയിലാണെങ്കിലും മീവൽ പക്ഷിയുടെ കുഞ്ഞാണെങ്കിലും നിനക്ക് ദൈവാലയത്തിന് അകത്തൊരു വിടലുണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളെ കരം ഉയർത്ത ദൈവത്തോട് പറഞ്ഞാട്ട് അവൻ സൈന്യങ്ങളെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ഹല്ലേലൂയ. And if the place of protection that she found for a young one is nowhere else but in the presence Yes. of God, Amen. and if that is your truth and my truth, can we Yes. praise the Lord, Amen. and tell him, Lord, we come to your presence. അവൻ ആലയത്തിൽ കണ്ടത് എന്റെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ഹല്ലേലൂയ. Lord our God, it is at your altar we Amen. find our ആ protection. വാക്കുകൾക്കൊക്കെ അർത്ഥമുണ്ട്. ആലയത്തിൽ വന്നിരിക്കുന്നവനാണ് സൈന്യങ്ങളുടെ ദൈവമാണ്, അവൻ നിന്റെ രാജാവാണ്. ഹല്ലേലൂയ. Who has come into the temple this morning? It is Yes. the King, it is the Lord Almighty. ആമേൻ. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ കഴിയുന്ന ഒരു സൈന്യങ്ങളുടെ ദൈവം ഇവിടെ ഉണ്ട്. സ്തോത്രം. There is a great King who will fight for you, and he is among us. അവൻ നിനക്ക് വേണ്ടി കൽപ്പന പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഒരു രാജാവ് ഇവിടെ വന്നിട്ടുണ്ട്. There is ഹല്ലേലൂയ. a King who can proclaim a decree on your behalf, and he is among us. ആമേൻ. നമ്മുടെ കർത്താവ് മനുഷ്യപുത്രനായിരിക്കുമ്പോൾ തന്നെ അവൻ സാക്ഷാൽ ദൈവം കൂടിയാണ്. ഹല്ലേലൂയ. And Jesus, as he is the Son of Man, he is also the Son of God, and he Amen. is among us. ആമേൻ. യേശു അവനോട് പറയുന്നു, നിന്റെ കൈ കൊണ്ട് നീട്ടാൻ പറഞ്ഞു. ഹല്ലേലൂയ. And Jesus tells him to stretch out his hand. ആമേൻ. Amen. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഇവന് ഒത്തിരി പ്രാവശ്യം ഇവൻ സ്വയമേ നോക്കി കാണും, എൻ്റെ കൈ ഒന്ന് നീട്ടാൻ പറ്റുമോ. And I imagine he would have tried so many times to stretch out his hand. അവന് ആമേൻ നമ്മുടെ രീതിയിലാണെങ്കിൽ നാം പറയും, എൻ്റെ യേശുവേ, ഞാൻ ഒത്തിരി പ്രാവശ്യം കൈ നീട്ടിയിട്ടുള്ള ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. And if it were us, we would have said, Jesus, I have tried so many times, but it has not worked out yet. ഇത്രയും വർഷമായല്ലോ, ഇനി ഈ കൈ നീളുമോ? And I would say, God, it has been so many years, will it stretch out now? ഇത് രാവിലെ നിങ്ങൾ പാടിയതാണ്, അവൻ അധികാരമുള്ളവനാണ്, അവൻ But what did we അധികാരമുള്ളവനാണ്. sing? He is someone with great അവൻ authority. രാജാവാണ്. ഹല്ലേലൂയ. He is the King of Kings. അവൻ ആരും പറയുന്ന പോലല്ല. യേശു പറഞ്ഞ നീ കൈ നീട്ടാൻ പറഞ്ഞാൽ അതിനകത്ത് അധികാരമുള്ളത് വിശ്വസിക്കാൻ കഴിയുമോ? When Jesus says something, it is unlike anyone saying. There is an authority in his ഈ saying. ദിവസങ്ങൾ ചില മടങ്ങിയ കൈകളൊക്കെ നീരുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. And I pray that shriveled hands will be stretched out these days. നിന്നെ നിരാശയാക്കുന്ന വിഷയങ്ങളെ വിടുതൽ ഈ ദിവസങ്ങൾ ആവശ്യമാണ്. ഹല്ലേലൂയ. Everything that discourages you, let it leave you and be encouraged in the presence of God. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ വണ്ണം നിന്നെ ബലഹീനമാക്കുന്ന ശക്തിയുടെ മേൽ ഇന്ന് പൽക്കാലം അധികാരത്തിന് പറയാമോ, ഞാൻ യേശുവിന്റെ നാമത്തിൽ കൈ നീട്ടാൻ പോകുകയാ. ഹല്ലേലൂയ. Everything that weakens you, let it move out of your life. Be encouraged in the presence of Amen. God, in the name of God, and say, in the name of Jesus, I will stretch out my hand. അവന് ഒത്തിരി ഉപാധികൾ പറയാൻ കാണുമായിരിക്കാം, Let us not give out reasons. ഒത്തിരി പരാജയങ്ങൾ പറയാൻ കാണുമായിരിക്കാം. We might talk about a lot of failures. കഴിഞ്ഞകാല അനുഭവങ്ങളൊക്കെ നിരാശയുടെ അനുഭവമായിരിക്കാം. And our ഹല്ലേലൂയ. past experiences would be experiences of പറയുന്ന disappointment. രാജാവാണ് പറയുക, നിന്റെ കൈ നീട്ടുക. ഹല്ലേലൂയ. But the King of Kings commands us to stretch out our hand. അവൻ കൈ നീട്ടിയപ്പോൾ And ഹല്ലേലൂയ, as he stretched out his hand, ഇതുവരെ സംഭവിക്കാത്ത ഒന്ന് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. ഹല്ലേലൂയ. something that has not happened happens in his life. ഇന്ന് നമ്മൾ എത്ര വിശ്വസിക്കുന്നു? How many of us believe this morning? ഇതുവരെ സംഭവിക്കാത്ത
പ്രത്യാശ എന്ന് പറയുന്നത്. That is his hope. ഇതാണ് ജാതികളുടെ പ്രത്യാശ. That is the hope of all nations. വ്യക്തമായ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. And the Holy Spirit is speaking നിന്റെ clearly. ചരിത്രം മാറ്റാൻ ദൈവത്തിന് കഴിയും കേട്ടോ. God who is able to change our നിന്റെ history. അവസ്ഥ മാറ്റാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. God who is able to change our ഇനി ഒരിക്കലും നീ situation. കൈവരണവനായിരിക്കുവാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. God will not allow us to go with a shriveled hand. കൈനീട്ടാൻ അധികാരമുള്ളവൻ പറഞ്ഞാൽ നീ കൈനീട്ടണം. ഹല്ലേലൂയ. He is one with authority. You stretch out your hand. Amen. Hallelujah. Hallelujah. Amen. Amen. Hallelujah. Amen. Thank you, Jesus. Amen. എനിക്ക് ആ മനുഷ്യനെ കുറിച്ച് ഒത്തിരി സന്തോഷമുണ്ട്. ഹാലലൂയ. And I'm very glad thinking about this man. 6-ാം അധ്യായത്തിൽ ലൂക്കോസ് വായിക്കും ദൈവം പറയും നീ എഴുന്നേറ്റ് നിൽക്കാൻ പറയും. എഴുന്നേൽക്കാൻ പറയും. You stand up. And in Luke chapter 6, we read the narrative adding an extra phrase when Jesus says, stand up. Amen. നമുക്ക് എഴുന്നേൽക്കാനും കൈ ഉയർത്താനൊക്കെ വലിയ മടിയാ. And we are a little hesitant to stand up and lift our ഈ hands. മനുഷ്യൻ എത്ര ഭാഗ്യവാനാന്ന് ചിന്തിക്കുക. ഹാലലൂയ. But how blessed is this man? അവൻ എഴുന്നേറ്റു. He stood up. യേശു പറഞ്ഞ് കൈ നീട്ടാൻ പറഞ്ഞു. And Jesus asked him to stretch out his hand. വിശ്വാസത്തോടെ അവൻ അനുസരിച്ച് കൈ നീട്ടി. And by faith, he obeyed Jesus. എന്തോ സംഭവിച്ചെന്നറിയാമോ? What happened? 11-ാം വാക്യമാ. Verse 13. അത് മറ്റേതുപോലെ സൗഖ്യമായി. ആമേൻ. And it says it was completely restored, just sound as the other one. സൗഖ്യമാക്കി. ഹല്ലേലൂയ. Just as sound as the other one. ശ്രദ്ധിക്കുക മക്കളെ, കർത്താവ് ലോകത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ചപ്പം ആരെയും കൈവരേണ്ടവനായിട്ടോ കാല് തളർന്നവനായിട്ടോ സൃഷ്ടിച്ചില്ല. When God created humanity at the beginning, God did not create anyone with a shriveled hand or with a crippled He feet. was a perfect man. It was a perfect creation. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? But why did this happen? മനുഷ്യൻ പാപം ചെയ്തപ്പോൾ Because of sin. ആമേൻ ഈ ബലഹീനതയൊക്കെ സംഭവിച്ചു. സ്തോത്രം. All these deformities entered ഒന്നുകൂടെ humanity. ഞാൻ പറഞ്ഞാൽ മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിപ്പാനും വന്ന ഒരു ശത്രു. ആമേൻ. There is an enemy who came to steal, kill, and destroy. ഇത് ഇവന്റെ ജീവിതത്തിന്റെ സന്തോഷം എടുത്തു കളഞ്ഞതാണ്. സ്തോത്രം. And that enemy took away the joy of this man's നമ്മുടെ life. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ റെസ്റ്റോർ ചെയ്യുക എന്നുള്ളത്. റെസ്റ്റോർ ചെയ്യുക. But the plan of God is to restore ശത്രു അപഹരിച്ചതിനെ മടക്കി തരാൻ നമ്മുടെ കർത്താവ് and വഴിയവനാണ്. to return what the enemy stole. ആമേൻ. ആമേൻ. ഇന്ന് രാവിലെ വിശ്വസിക്കാൻ കഴിയും എനിക്ക് നഷ്ടമായതിനെ മടക്കി തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. Can we believe whatever the enemy took away, God can restore? Amen. What the enemy has stolen, I mean, God is a God who can restore our life. Amen. God is able to restore our life. Amen. Amen. 3 കാര്യം പെട്ടെന്ന് ഓർപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നാം കാണുന്നത് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞു. ഇറ്റ് ഈസ് റിവീൽസ് ഹിസ് അതോറിറ്റി. അവന്റെ അധികാരത്തെ കാണിക്കുന്നു. One, this act reveals the authority of our Lord. Amen. രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു ഇറ്റ് റിവീൽസ് ഹിസ് ഐഡന്റിറ്റി. And secondly, it reveals God's Amen. identity. He is the king. Amen. Avan Rajavan. Amen. മൂന്നാമത്തെ കാര്യം he reveals the justice. മൂന്ന് തന്റെ ന്യായത്തെ കാണിക്കുകയാണ്. Amen. അതാണ് നമ്മൾ വായിക്കുന്നത്. 17-ാം വാക്യത്തിൽ വായിക്കുന്നു ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ ജാതികൾക്ക് ആ വാക്ക് ശ്രദ്ധിച്ചേ അവൻ ജാതികൾക്ക് ന്യായവിധി നടത്തും. And verse 18 says he will proclaim. നശിപ്പിക്കാനുള്ള ന്യായവിധിയല്ല, നിനക്ക് ന്യായമായത് കിട്ടാൻ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവം അവൻ. There's a God who is working for the justice of his people. Amen. So that we receive what is due for us. Amen. Amen. ഇന്ന് രാവിലെ ഞാൻ ദൈവാത്മാവിൽ നിങ്ങൾ പറയട്ടെ, ചാതഞ്ഞ ഒരു അനുഭവത്തിലൂടെയാണ് നീ കടന്നു പോകുന്നെങ്കിൽ, പുകയുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നെങ്കിൽ, നിനക്ക് ന്യായമായത് മടക്കി തരാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. And this morning, if your experience is that of a bruised one, if that is of a smoldering one, God is able to restore you and bring justice to your life. പ്രവാചകനായ യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, അവൻ ചതഞ്ഞ ഓടി ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരിയെ കെടുത്തി കളയുകയില്ല, അവൻ ന്യായവിധി ജയത്തോടെ നടത്തും. And Prophet Isaiah says, a bruised reed he will not break, a smoldering wick he will not snuff out. Amen. ഈ ദൈവദാസൻ അല്ലെങ്കിൽ ഈ പാവപ്പെട്ട ഈ മനുഷ്യൻ വേദനയോട് സങ്കടത്തോടു കൂടിയാണ് കഴിഞ്ഞ കാലങ്ങൾ ജീവിതത്തിൽ അവൻ കടന്നു വന്നത്. സ്തോത്രം. And this man has gone through great pain and hurt in his life in the past. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നു,
ഒരു ദൈവപ്രവൃത്തി ആ ആലയത്തിൽ വെളിപ്പെടുത്തി. സ്തോത്രം. And here we read God revealed great work in the synagogue. ഇന്ന് രാവിലെ ഞാൻ ഈ വചനം അവസാനിപ്പിക്കുമ്പോൾ And as I conclude my words here, ആമേൻ, വരണ്ട അവസ്ഥയിലൂടെ, വേദനയിലൂടെ, നിരാശയിലൂടെ നാം കടന്നു പോകുന്നെങ്കിൽ, if you're going through a dry, painful phase of your life, ഇന്ന് രാവിലെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്ത് പറയാമോ, എന്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തുവാൻ നിശക്തനായ ദൈവമാണ്. can you say by faith that God will change my situation? കണ്ണുകളെ നടക്കാം. Can we close our eyes? ഹല്ലേലൂയ. രാജാതിരാജാവായവൻ, മഹത്വപൂർണനായവൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. സ്തോത്രം. King of kings, the glorious one is among us. അവൻ കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും. If he commands, it will be അവൻ so. ആർലിച്ചതിൽ അങ്ങനെ സംഭവിച്ചിരിക്കും. If he says something, it will come to pass. മനുഷ്യ നിലയിൽ വേദനയോടെ സങ്കടത്തോടെ നാം ദേവാലയത്തിൽ വന്നെങ്കിൽ, സ്തോത്രം, Humanly, we might have come with disappointment and pain in our heart. നിങ്ങൾ ആ മനുഷ്യനെ ഒന്ന് ആത്മാവിലൊന്ന് കണ്ടേ. ഹല്ലേലൂയ. Can you imagine that person before അവൻ you? ആലയത്തിലേക്ക് കയറി വന്നത് He entered the synagogue ഒരു വരണ്ട കൈയുമായിട്ടാണ്. with a shriveled hand. ആലയത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ But as he goes back from the temple, എത്ര സന്തോഷത്തോടെ അവൻ he പോയെന്നറിയാം. goes back with great joy. ആമേൻ. Hallelujah. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് ആ കാഴ്ച ഒന്ന് കണ്ടേ. Can you see that with your eyes of faith? ഇന്ന് രാവിലെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, This morning, let me ask you, when you came here കർത്താവ് എനിക്ക് പലതും സാധിക്കുന്നില്ലല്ലോ, with complaints saying, God, there are things that are not എന്നാലൊന്നും happening. കഴിയുന്നില്ലല്ലോ, There are things that are not possible for ഞാൻ me. നിന്ദിക്കപ്പെട്ടവനും അപമാനിക്കപ്പെട്ടവനുമാണ്. സ്തോത്രം. I am closed off. I am a person with എന്റെ great അടുത്ത് dishonor. നിൽക്കുന്നവരെ പോലെ എനിക്ക് കൈനീട്ടാനോ എത്തിപ്പിടിക്കാനോ എനിക്ക് കഴിയുന്നില്ല. I am unable to do things like my fellow brothers. I'm unable to reach. നിന്നെ വിളിക്കുന്നു, നീ വിശ്വാസത്തോടെ ആ കൈ നീട്ടാൻ കഴിഞ്ഞാൽ. ഹല്ലേലൂയ. But today the Lord welcomes us, നിന്റെ invites us to ബലമല്ല, stretch out by അവന്റെ faith. അധികാരത്തിന്റെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി നടത്താൻ. And in His authority, He will do it for ദൈവം us. സർവ്വശക്തിയുള്ള ദൈവമാണ്. He is a sovereign God. അങ്ങനെയുള്ളവർ, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതം ഒരു ചതഞ്ഞ ഓടയാണ്. Can we say, God, our life is a bruised life? ഞാനൊരു പുകയുന്ന തിരിയാണ്. സ്തോത്രം. I am like a smoldering wick. എന്നാൽ നിന്റെ അരുളപ്പാടുകൾ എനിക്ക് വേണ്ടിയുണ്ട്, വാഗ്ദത്തങ്ങൾ എനിക്ക് വേണ്ടിയുണ്ട്. But your promises are for me. ഈ ദിവസങ്ങൾ നിവർത്തീകരണത്തിന്റെ കാലമായി തീരണമെന്ന് Lord, I pray that these days will be the days of its fulfillment. ഞാൻ ആഗ്രഹിക്കുന്നു, എന്നെ അതിനായി സമർപ്പിക്കുന്നുവെന്ന്. I desire that and I commit myself to it. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? സ്തോത്രം. How many of us can say നമ്മുടെ that? നാഥൻ ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. Our Lord is over നമ്മുടെ here. കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. Our ഹല്ലേലൂയ. Master is over here. അങ്ങനെയുള്ളവർ ദയവായി എഴുന്നേൽക്കാൻ കഴിയുമോ? If you are someone with that faith, would you please stand? ഞാനൊരു ചതഞ്ഞ ഓടയാണ്. I'm a bruised reed. ഞാൻ വരണ്ട അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. I'm going through a dry phase. പലതും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല കർത്താവേ. There are a lot of things I'm unable to do. എന്നാൽ എന്നെ ഒന്ന് മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവപ്രവൃത്തി എന്നിൽ വെളിപ്പെടുത്തണമേ. But God's work that can change me, please reveal it in me, Lord. ഭവനത്തിൽ വെളിപ്പെട്ട് വരണമേ എന്ന്. Lord, reveal it in my family. എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കും? How many of us can pray? നീ മടങ്ങി പോകുന്നത് വരണ്ട കൈയുള്ളവനായിട്ടല്ല. You will not return with a shriveled നിനക്ക് hand, സന്തോഷത്തോടെ കരങ്ങളെ അടിക്കാൻ കഴിയും. ഹല്ലേലൂയ. but you will be clapping with great നിനക്ക് joy. സന്തോഷത്തോടെ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ കഴിയും. ഹല്ലേലൂയ. With great joy you will be giving to the Lord. നിന്റെ നിന്ന മാറു ദിവസങ്ങളായി മാറുവാൻ. And ഹല്ലേലൂയ. these days your disappointment will be അവൻ taken away. രാജാവും കർത്താതി കർത്താവുമാണ്. സ്തോത്രം. He is the King of kings and the Lord of അവൻ lords. കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും. ഹല്ലേലൂയ. If He commands, it will happen so. അവൻ അധികാരത്തോടെ സംസാരിച്ചാൽ അങ്ങനെ സംഭവിക്കും. If ഹല്ലേലൂയ. He commands, it will happen. അവൻ നഷ്ടമായതിനെ മടക്കി തരാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കാൻ And കഴിയുമോ? whatever you have lost, God can return it and restore ശത്രു it. അപഹരിച്ചതിനെ മടക്കി തരാൻ ദൈവത്തിന് കഴിയും. Whatever the enemy took away, God can restore it. Amen. കുരികിന്റെ പോലെ നീ ഒരു ബലഹീന ജീവിതമായിരിക്കാം. ഹല്ലേലൂയ. You might be like a sparrow, weak in yourself. അവൻ സംരക്ഷണമായിരിക്കുന്ന വ്യക്തിയായിരിക്കാം എന്നിൽ. And you might be someone seeking out refuge. സൈനികരുടെ ദൈവമായ യഹോവ നമുക്ക് വേണ്ടിയുണ്ട്. But God Almighty is with us. അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. Can we commit ourselves into His hands? ആമേൻ. ഒരു പാട്ട് നാം ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. We're going to sing together and praise the Lord.
വേദനയോടെ നിരാശയോടെ പലപ്പോഴും ജീവിതയാത്ര ഞങ്ങൾ കടന്നു പോകുമ്പോൾ ആരും ഞങ്ങളെ കാണുന്നില്ലെന്ന് തോന്നിയാലും യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലുണ്ടല്ലോ. അടിയങ്ങളെ കാണുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. അവൻ കണ്ടിട്ട് അതുപോലെ തന്നെ മടങ്ങിപ്പോകുന്നവനല്ല. ആവശ്യക്കാരനെ വിളിച്ച് അവന്റെ വിഷയത്തിന്മേൽ ഇടപെട്ട് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തക്ക നിലയിൽ കർത്താവേ അവനെ സൗഖ്യമാക്കിയത് പോലെ തന്നെ നിരാവധി ജനത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും കർത്താവേ ഞങ്ങൾ അംഗവൈകല്യമുള്ളവരെ പോലെ വരൾച്ചയുള്ളവരെ പോലെ ആയിത്തീരാറുണ്ട്. എന്നാൽ ദൈവമേ, അങ്ങ് സർവശക്തനായ ദൈവമാണ്, രാജാതി രാജാവാണ്. അങ്ങ് മാത്രം അമർത്യതയുള്ള ദൈവമാണല്ലോ. ആ മനുഷ്യനെ പോലെ ഞങ്ങളുടെ ജീവിതം പലപ്പോഴും ആയിരിക്കുമ്പോഴും ചാതഞ്ഞ ഓട പോലെ പുകയുന്ന തിരിയെ പോലെ ഞങ്ങളുടെ ജീവിതമായിരിക്കുന്നെങ്കിലും അവൻ ജയത്തോടെ ഞങ്ങൾക്ക് വേണ്ടി ന്യായമായത് സാധിപ്പിക്കുന്ന ദൈവമാകിയാൽ ഞങ്ങളുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യുന്നു. കഥാവി ആവശ്യബോധപ്പെട്ടിരിക്കുന്ന ജനത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം ചില വിടുതലിന്റെ ദിവസങ്ങളായി മാറുവാനിടയാക്കണമേ. ഞങ്ങൾ വായിച്ച് കേട്ടതുപോലെ കർത്താവേ, അടിമയുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പ്രവാചകനായ യെശയ്യാ പ്രവാചകന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടുന്ന ദിവസമായ മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്നതുപോലെ തന്നെ അടിമയുള്ള ജീവിതത്തിൽ ചില പ്രവചനത്തിന്റെ നിവർത്തീകരണം, വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം സംഭവിക്കുന്ന ആളുകളായി മാറുവാൻ ഈ ദിവസങ്ങൾ ഇവിടെയാക്കുന്ന സ്തോത്രം. കർത്താവേ, ഒരുമിച്ച് ഇത് വാഗ്ദത്തത്തിന്റെ സമയമാണല്ലോ, ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ദിവസങ്ങളാണല്ലോ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങളെ സഹായിക്കണമേ. സമാധാനത്തോടെ പറഞ്ഞയക്കണമേ. അടുത്തൊരാഴ്ച മുഴുവൻ ജയകരമായി ജീവിപ്പാൻ കർത്താവ് ഇടയാക്കണമെന്നായി പ്രാർത്ഥിക്കുന്നു. ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി നിന്റെ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോട് പറഞ്ഞയച്ചാട്ട് യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണമേ സ്വർഗ്ഗസ്ഥ പിതാവേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മളെ ആശ്വസിപ്പിച്ച് വഴിനടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സവാസവും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും ഇന്ന് പൽക്കാല ആലയത്തിൽ വന്ന എല്ലാ പ്രിയപ്പെട്ട മേലും എന്നും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. നമുക്ക് ദിവസം